എൻ്റെ പേര് ഷിജി തോമസ്. കഴിഞ്ഞ വീഡിയോയിൽ ആമസോൺ സെല്ലർ രജിസ്ട്രേഷൻ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. GST എടുക്കുന്നതിന് മുന്നേ GST എടുത്തു കഴിഞ്ഞിട്ട് സെല്ലർ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കണ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ബിസിനസ് നിങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്തവരുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. ഇപ്പോൾ നമുക്കൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് കുറച്ച് ഫോട്ടോസ് വേണം. പിന്നെ നമുക്ക് ആ ഐറ്റം അതിൽ ഫോട്ടോ മാത്രം പോരാ. നമുക്ക് ആ ഐറ്റത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, പിന്നെ സ്പെസിഫിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ ഫോട്ടോസ് വേണ്ടി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് അതും ഇതിൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ വേണമെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ഫസ്റ്റ് ഇമേജ് ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ AI എന്ന സാങ്കേതിക വിദ്യയിൽ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിളിലുള്ള ഒരു ജെമിനിയിൽ കൂടി നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ കൂടി നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് വലിയൊരു ടാസ്ക് ആയി തോന്നും. അപ്പൊ ഈ രണ്ട് സാങ്കേതിക വിദ്യയിൽ കൂടി നമുക്ക് ഇത് കൂടുതൽ എളുപ്പത്തിലാക്കാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് ബാഗ് ആണ്. അപ്പോൾ ആ ഹാൻഡ് ബാഗ് എങ്ങനെയാണ് ഫോട്ടോ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ അത് ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത്, ആ ഫോട്ടോസ് ഒക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ്. ഞാൻ ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ബിസിനസ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ബിസിനസ് നമുക്ക് ഈ ഫോണിൽ കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ എക്സ്പെൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ എടുക്കാം, ആപ്പിൾ ഫോൺ ഉള്ളവര് ആപ്പ് സ്റ്റോർ എടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫോട്ടോ റൂം എന്ന ആപ്പ് സെലക്ട് ചെയ്യാം. അങ്ങനെ ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്നതിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ കയ്യിൽ ഇപ്പൊ നമുക്ക് ഏതായിട്ടാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആക്കേണ്ടത്, ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ഫോട്ടോ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇമേജ് ആയിട്ട് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ആമസോണിൽ നിർബന്ധമായിട്ടും വേണം. അപ്പൊ നമുക്ക് അത് നിർബന്ധമാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് എററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമാണ്. പിന്നെ ഈ ആപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നോർമൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പല ഡിസൈനുള്ള ബാക്ക്ഗ്രൗണ്ടിലാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് ചെയ്യാം, സെലക്ട് ചെയ്യാം. പിന്നെ ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത് 3 ഫോട്ടോസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കാണിക്കാം. കാരണം ആളുകൾക്ക് കൂടുതൽ അപ്പൊ മനസ്സിലാക്കാനും കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും അപ്പൊ കൂടുതൽ സെയിലും നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഫോട്ടോസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഫോട്ടോസ് നമ്മളിതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ആളുകൾക്ക് കാണണം. ഇപ്പോൾ നമുക്ക് ഈ ഐറ്റം നമ്മൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അതൊന്നും തൊട്ട് നോക്കിയിട്ടോ ഒന്നും അടുത്ത് കാണാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ അവർക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയും ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ആ ഫോട്ടോസ് അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവുന്നത്. ഇപ്പൊ നമ്മൾ കാണിച്ചത് 3 ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നാവും. കാരണം അതാണ് കൂടുതൽ വിസിബിലിറ്റിക്കും ആളുകൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത് 3 ഫോട്ടോസ് ആണ്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഫോട്ടോസ് ചെയ്ത് അതിൽ ആഡ് ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇപ്പൊ നമ്മുടെ ഫോട്ടോസ് റെഡി ആയി കഴിഞ്ഞു.
ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇതിന്റെ ടൈറ്റില്, പിന്നെ ബുള്ളറ്റ് പോയിന്റ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഐറ്റത്തിനെ കുറിച്ച് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു ഐറ്റത്തിനെ കുറിച്ച് എത്രയും നമുക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ തയ്യാറാക്കാമോ അത്രയും നല്ലതാണ്. കാരണം ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലായി കഴിഞ്ഞാൽ ഐറ്റത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനും തുടങ്ങും. നമുക്ക് ബിസിനസ്സിൽ ഒരു ചെറിയൊരു ഗ്രോത്തും ആ ഒരു വഴിക്ക് നമുക്ക് നേടാനും സാധിക്കും. അപ്പൊ അത് നമുക്ക് ഗൂഗിൾ ജെമിനിയിൽ കൂടി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും സ്പെസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ചിലപ്പോൾ പലർക്കും അറിയാത്തവരുണ്ടാവാം, അറിയുന്നവരും ഉണ്ടാവാം. അപ്പൊ നമുക്ക് ആ ഗൂഗിൾ ജെമിനിയിൽ കൂടി അതെങ്ങനെ ചെയ്തതെന്നും കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറിയിട്ട് ഗൂഗിൾ ജെമിനി സെർച്ച് ചെയ്യാം. അപ്പൊ അത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്നിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ആപ്പ് ഇപ്പൊ ഈ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കണം, നമ്മൾ ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്തിരിക്കണം ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെല്ലാം ടൈപ്പ് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ പേര് എന്താണ് എന്ന് എഴുതി കൊടുക്കാം. ഇപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ലെതർ ഹാൻഡ് ബാഗ് ആണ്. അപ്പൊ ഞാൻ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് ഐറ്റം ആണ് ഉള്ളതെങ്കിൽ ആ ഐറ്റത്തിന്റെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച്, അത് ഇപ്പൊ എന്താ പറയാ, പ്ലാസ്റ്റിക് ആണോ അത് PVC ആണോ, അതിന്റെ കളറ്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ഗ്രാമറൊന്നും നോക്കണ്ട. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എത്ര പോക്കറ്റുകളുണ്ട്, വിസിബിൾ പോക്കറ്റ് എത്ര, ഇതിന്റെ കളറുകള്, അങ്ങനെ നിങ്ങൾക്ക് പല വലിപ്പത്തിലുള്ള ബാഗുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അവസാനം ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ഐറ്റം ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ബുള്ളറ്റ് പോയിന്റ്സ് ടു ലിസ്റ്റ് മൈ പ്രൊഡക്റ്റ് ഓൺ ആമസോൺ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് നമുക്ക് ആമസോണിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിൽ വന്നു കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്ത് അവിടെ കൊടുക്കുക മാത്രമാണ് നമ്മുടെ പണി. വേറെ നമുക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ കയ്യില് ഫോട്ടോസ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇതിലിടാനുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഐറ്റം ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമുക്കപ്പോ ആമസോണിന്റെ സൈഡിലേക്ക് ഒന്ന് പോകാം. ഇനി നമ്മൾ ആമസോൺ സെല്ലർ പേജ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്നിട്ട് ഇനി ആമസോൺ സെല്ലർ പേജ് ഓപ്പൺ ചെയ്തു. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ടോപ്പിൽ മെനു എന്ന ഓപ്ഷൻ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കാറ്റലോഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പ്രൊഡക്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകേണ്ട, ഒരു ഐറ്റം എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. അതിനായി നമ്മൾ ബ്ലാങ്ക് ഫോം എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കാണാൻ പറ്റും, അതും ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനുള്ള പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് ആദ്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താ, നമ്മുടെ കയ്യിലുള്ള ഐറ്റത്തിന്റെ നെയിമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് എന്താ, ഹാൻഡ് ബാഗ് ആണ്. അപ്പൊ ഞാനിവിടെ ഹാൻഡ് ബാഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോണ്. അപ്പൊ നമ്മൾ ഹാൻഡ് ബാഗ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് ബാഗ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ബോക്സിന് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറി ഏതാണെന്ന് ആമസോൺ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആ സെയിം കാറ്റഗറി തന്നെയാണ് നമ്മുടെ ഐറ്റം വരുന്നതെങ്കിൽ നമുക്ക് കൺഫേമിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല നമുക്ക് ആ കാറ്റഗറി അല്ല നമ്മുടെ എങ്കിൽ നമുക്ക് സെലക്ട് അതർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് സെയിം കാറ്റഗറി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കൺഫേമില് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇനി താഴേക്ക് വരുമ്പോൾ വേരിയേഷൻ, ബ്രാൻഡ് നെയിം എന്ന ഓപ്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ ഈ വേരിയേഷൻ നമ്മളിപ്പോ റേറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോ വേരിയേഷൻ ഒന്നും നമുക്ക് വരുന്നില്ല. ഇപ്പൊ വേരിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ ഈ ബാഗ് തന്നെ നമുക്ക് പല കളറിൽ ഇപ്പൊ ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രീൻ വൈറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ കളറുകൾ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാഗിന്റെ വലിപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പല വലിപ്പത്തിലുള്ള ബാഗുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് സൈസ് എന്ന ഇതില് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതും മെൻഷൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതാണ് വേരിയേഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ സിംഗിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ബാഗിന് വേറെ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബ്രാൻഡ് നെയിം എന്ന സെക്ഷനാണ് അടുത്തത് വരുന്നത്. ഈ സെക്ഷനാണ് നമുക്ക് കൂടുതൽ പേർക്ക് കൺഫ്യൂഷനും പിന്നെ എറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷനാണ് ഇത്. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഐറ്റം ലിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്ന് ബ്രാൻഡ് നെയിം ഇല്ലാതെ, അങ്ങനെ ബ്രാൻഡ് നെയിം ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജനറിക് എന്ന് നമ്മൾ പറയും. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡ് നെയിമിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പറയുന്നത് ജനറിക് എന്ന ഓപ്ഷനിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ജനറിക് എന്ന ഓപ്ഷനിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രാൻഡ് നെയിം എന്ന ബോക്സിന്റെ താഴെയായിട്ട് ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ ബ്രാൻഡ് നെയിം എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പൊ അതിൽ നമ്മൾ ടിക്ക് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ഐ ഡി. ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യാം. അതിനുശേഷം ഇത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാവുന്ന അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ജനറിക് ഓപ്ഷനിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ 1 hour വെയിറ്റിംഗ് പീരീഡ് വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ചിലവർക്ക് ചിലപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് വന്നില്ല എങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് 1 hour വെയിറ്റിംഗ് പീരീഡ് വരാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമ്മൾ 1 hour നമ്മൾ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. ഇനി നിങ്ങൾ ബ്രാൻഡ് നെയിമിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ബ്രാൻഡ് നെയിം എന്ന കോളത്തിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡ് നെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പ്രൊഡക്റ്റ് ഐ ഡി ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ UPC EAN GTIN ISBN ഈ നമ്പറൊക്കെയാണ് പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ സാധിക്കും ഒരു ബാർകോഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ബാർകോഡിന്റെ താഴെയായിട്ട് നമുക്ക് ഈ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ ആ നമ്പറാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഐ ഡി എന്ന കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്കിപ്പോ നമ്മളെ പോലെ ഒരു സാധാരണക്കാരൻ ഒരു സെല്ലറിന് ഈ പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് ഐ ഡി ഇല്ലാതെ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ തന്നെ നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡ് നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം പ്രൊഡക്റ്റ് ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കോളത്തിന്റെ താഴെയായിട്ട് ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ഐ ഡി അതിൽ നമ്മൾ ടിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അപ്ലൈ ടു സെൽ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ബ്രാൻഡ് ഓതറൈസേഷൻ റിക്വയർഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആമസോൺ കുറച്ച് ഫോട്ടോസ് ഡീറ്റെയിൽസ് അതൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡ് തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് അവരെ അപ്രൂവ് ചെയ്യും. തുടർന്ന് നമുക്ക് ആ ബ്രാൻഡിൽ തന്നെ ആ കാറ്റഗറിയിൽ നമുക്ക് ഐറ്റം സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അവര് അപ്രൂവൽ തരും. അപ്പൊ നമുക്ക് അത് രണ്ടും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ അപ്ലൈ ടു സെൽ എന്ന ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിൽ നമുക്ക് സ്റ്റാർ കാണിച്ചിട്ടുള്ള ഓപ്ഷൻ നിർബന്ധമായും നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് പ്രോഡക്റ്റ് ടൈറ്റിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ ജെമിനിയിൽ ജനറേറ്റ് ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്നിട്ട് നമുക്കിപ്പോ പ്രൊഡക്റ്റ് ടൈറ്റിൽ എന്ന ഭാഗം മാത്രം നമ്മൾ കോപ്പി ചെയ്തെടുത്ത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത കോളം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിന്റെ കോളാണ് വരുന്നത്. അപ്പൊ നമ്മളാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പേരാണ് അവിടെ നമുക്ക് വെക്കേണ്ടത്. അടുത്ത കോളം വരുന്നത് നമുക്ക് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനിയിപ്പോ
പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ജെമിനിയിൽ നിന്ന് തന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ടേബിളിൽ വെച്ചിട്ടുള്ളതോ അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ബ്രാൻഡിലാണല്ലോ നമ്മളിപ്പോ സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് നെയിം പ്രൊഡക്റ്റില് കാണാൻ പറ്റത്തക്ക രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 4 സൈഡിൽ നിന്ന് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള പല ഫോട്ടോസുകൾ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഫോട്ടോസ് ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രാൻഡ് നെയിം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീലോ അല്ലെങ്കിൽ ലേസർ പ്രിന്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പാക്കേജ് ആ കവറിന്റെ പുറത്ത് നമുക്ക് അത് ചെയ്തിട്ട് നമുക്കത് കാണിക്കാം. ഇപ്പൊ 4 സൈഡിൽ കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിപ്പോ ഈ കാറ്റഗറിയിൽ നമുക്ക് ഇനി പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വരുമ്പോ നമുക്കിപ്പോ ഈ ബ്രാൻഡ് നെയിം കാണത്തക്ക രീതിയിലുള്ള അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തുടർന്ന് നമുക്ക് അതിന് താഴെയായിട്ട് നമുക്ക് ഇമെയിൽ ID, മൊബൈൽ നമ്പർ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സബ്മിറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മെയിൽ ID-യിലേക്ക് ഒരു മെയിൽ വരും. ചിലപ്പോൾ അത് നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ മെയിൽ ID-യിലേക്ക് ഇപ്പോ ഇങ്ങനെയായിരിക്കും വരിക. നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്, നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെയായിരിക്കും നിങ്ങളുടെ മെയിലിലേക്ക് വരാം. ഇനി മെയിൽ വന്നു കഴിഞ്ഞാലും 24 മണിക്കൂർ കൂടി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ബ്രാൻഡ് നെയിം എന്നുള്ള കോളത്തിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊഡക്റ്റ് ID എന്ന കോളത്തിൽ നമ്മൾ ദിസ് പ്രൊഡക്റ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ID അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇനി നമുക്ക് തുടർന്ന് നമ്മൾ ഇപ്പൊ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ജനറിക്കിലും ബ്രാൻഡ് നെയിമിലുള്ളവർക്ക് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇനി ചെയ്തു പോകേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ബ്രാൻഡ് നെയിം നമ്മൾ മുന്നേ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോ അത് ചെയ്യണില്ല. എനിക്ക് പുതിയൊരു ബ്രാൻഡ് നെയിം ഞാൻ ചെയ്യണില്ല. അപ്പൊ ഞാനിപ്പോ ജനറിക്കിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്തിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ബ്രാൻഡ് നെയിമിലുള്ളവരും ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തു പോകേണ്ടത്. തുടർന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെയാണ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ അടുത്ത പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആദ്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് പ്രൊഡക്റ്റ് ടൈറ്റിൽ ആണ്. ഈ പ്രൊഡക്റ്റ് ടൈറ്റിൽ ഓൾറെഡി നമ്മൾ ജെമിനി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾ ബ്രാൻഡ് നെയിമിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ആ കോളത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ബ്രാൻഡ് നെയിം എഴുതണം. ഈ ആഡ് ചെയ്യുന്ന ടൈറ്റിൽ എങ്ങനെയാണ് ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കാണാൻ എന്ന് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. മാക്സിമം കീവേഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ബയേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സെർച്ച് ലിസ്റ്റിൽ വരുന്നതിന് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. അടുത്തതായി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ബുള്ളറ്റ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത്. ഇതും നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബുള്ളറ്റ് പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓരോ പോയിന്റ് ആഡ് ചെയ്തതിന് ശേഷം ആഡ് മോർ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത അടുത്തടുത്ത പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ച പോയിന്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് നമ്മളിപ്പോ ചെയ്യണം. ഇതിന് ശേഷം നമുക്കിനി നമ്മൾ ചെയ്യാൻ പോണത് പ്രൊഡക്റ്റ് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്.
പിന്നെ ഫസ്റ്റ് ഫോട്ടോ മെയിൻ ഇമേജ് ആയിട്ട് നമ്മൾ കാണിക്കുക ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ആമസോണിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ഫസ്റ്റ് ഇമേജിൽ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോണേ. പിന്നെ ഇത് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പെൻഡിങ് ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതിവിടെ നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനിയുള്ള കോളംസ് നമുക്ക് ഓരോന്നും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുകളാണ്. അപ്പൊ ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ എന്താണ് പ്രൊഡക്റ്റിന്റെ ഓരോ കോളത്തിനും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ അതിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവാം, അത് സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതില് ഓരോ കോളത്തിലും അടിച്ചു കൊടുക്കുക. നമ്മൾ അത് സെലക്ട് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനില്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് HSN കോഡ് ആഡ് ചെയ്യുന്ന പ്ലേസ് ആണ്. ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഓരോ HSN കോഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ഐറ്റം ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു HSN കോഡ് തന്നെ ആയിരിക്കും. അല്ല, വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആണെങ്കിൽ HSN കോഡ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടാവാം, പർച്ചേസ് ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ പർച്ചേസ് ഇൻവോയ്സിലുള്ള HSN കോഡ് ആണ് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് തെറ്റാതെ നമ്മൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ HSN കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടാക്സ് എത്ര പെർസെന്റേജ് ആണെന്ന്, ആ പ്രൊഡക്റ്റിന് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ HSN കോഡിനനുസരിച്ചായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. HSN കോഡ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താലേ നമ്മുടെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. തുടർന്ന് നമുക്ക് കോണ്ടാക്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോണ്ടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ തന്നെയാണല്ലോ അത് പാക്ക് ചെയ്ത് ഐറ്റം ഇടുന്നത്. അപ്പം നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആയിരിക്കണം. അതായത് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ മെയിൽ ID, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഓഫർ ഡീറ്റെയിൽസ്, ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാം സെൽ ഓൺ ആമസോൺ. അപ്പൊ നമ്മൾ അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്വാണ്ടിറ്റി എന്ന കോളത്തില് നമ്മൾ എത്രയാണോ ആമസോണിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കയ്യിൽ നമ്മൾ പർച്ചേസ് ചെയ്തത് 10 ക്വാണ്ടിറ്റി 10 എണ്ണേ ഉള്ളുവെങ്കിൽ നമ്മൾ നല്ലത് 10 തന്നെയാണ് അവിടെ എൻട്രി ചെയ്യേണ്ടത് 10 എണ്ണാണ്. കാരണം ഇപ്പൊ നമുക്ക് ലോങ്ങിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയാ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കും അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ എൻട്രി ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റി അവിടെ എൻട്രി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ അടുത്തത് നമുക്ക് യുവർ പ്രൈസ് എന്ന കോളാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഇടുന്ന റേറ്റ് ആയിരിക്കും ബയേഴ്സിന് കാണാൻ സാധിക്കാം. നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ റേറ്റ് നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത ബയേഴ്സ് കാണാൻ ഈ റേറ്റ് ആയിരിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ ആ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ MRP ആണ് അവിടെ ഇടുന്നത്. ഇപ്പൊ നമ്മൾ യുവർ പ്രൈസ് എന്നുള്ളത് നമ്മൾ ഒരു 600 രൂപയ്ക്കാണ് ഐറ്റം നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും വിട്ട് കൂടുതലായിരിക്കണം. ആ MRP നമ്മൾ വിൽക്കണ റേറ്റിനും വിട്ട് കൂടുതലായിരിക്കണം. 600 രൂപയാണ് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, അവിടെ നമ്മൾ 600 ആണ് സെയിൽ ചെയ്യേണ്ട എമൗണ്ട് ഇട്ടിരിക്കുന്നെങ്കിൽ MRP ഒരു 1000 വരെ നമുക്ക് ഇടാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐറ്റം കണ്ടീഷൻ എന്നുള്ള കോളാണ്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റും എക്സാമ്പിൾ ന്യൂ എന്നുള്ളത്. നമ്മള് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുതിയ ഐറ്റം ആണോ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ്ഡ് ഐറ്റം ആണോ സെയിൽ ചെയ്യുന്നതാണ് അവര് ഉദ്ദേശിക്കുന്നത്, അതാണ്. അപ്പൊ നമ്മൾ പുതിയ ഐറ്റം ആണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പുതിയ ഐറ്റം ആണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ന്യൂ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി
തുടർന്ന് നമുക്ക് ഫുൾഫിൽമെന്റ് ചാനൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ ഫുൾഫിൽമെന്റ് ചാനലിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായ ഈസി ഷിപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈസി ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ ടീം വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണത്. രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പ്രൊഡക്റ്റിന്റെ നീളം, വീതി, ഹൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അനുസരിച്ച് ഓരോരുത്തരുടെ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിന്റെ മെഷർമെന്റ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ സെന്റിമീറ്ററിലാണ് ഇവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. യൂണിറ്റ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. സെന്റിമീറ്ററിലാണോ അല്ലെങ്കിൽ മില്ലിമീറ്ററിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ തുടർന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സേഫ്റ്റി ആൻഡ് കംപ്ലൈൻസ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും കൺട്രി, റീജിയൻ ഓഫ് ഒറിജിൻ എന്നുള്ള ഒരു കോളാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമുക്കിപ്പോ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മള് മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളിത് എവിടെയാണോ മാനുഫാക്ചർ ചെയ്തിരിക്കണേ അപ്പൊ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്യേണ്ടത്. അടുത്ത കോളം വരുന്നത് ഡേഞ്ചറസ് ഗുഡ് റെഗുലേഷൻസ് എന്നുള്ള കോളാണ് വരുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് വിടുന്ന ഐറ്റംസ് വല്ല ബാറ്ററിയോ അല്ലെങ്കിൽ വല്ല പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ആണോ അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ബാഗ് ആയതുകൊണ്ട് നമുക്ക് അതിലുള്ള ഐറ്റംസ് അല്ല. അപ്പൊ നമ്മളിവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് പോവാണ്. ഇനി അടുത്തത് ഈ ഐറ്റം വെയിറ്റ്, യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതർ മെറ്റീരിയൽ, ഇന്നർ മെറ്റീരിയൽ. അപ്പൊ അത് നിങ്ങളുടെ മെറ്റീരിയൽ അനുസരിച്ച് അത് എൻ്റർ ചെയ്ത് പോവാം. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് അടിക്കാം. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എറർ വരാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എറർ കാണിച്ചു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്കിപ്പോ കാണാൻ സാധിക്കും നമ്മുടെ ബാഗിന്റെ കളർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ബ്ലാക്ക് എന്ന് ചെയ്തു. അപ്പൊ നമുക്ക് തുടർന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ വരില്ല, 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചിലപ്പോ നമുക്ക് ഇതിന്റെ കൺഫർമേഷൻ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒരു മെയിൽ. നമ്മൾ ഐറ്റം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ചെയ്തു, അതായത് നമ്മളത് പൂർത്തിയാക്കി ലിസ്റ്റിംഗ് കഴിഞ്ഞു എന്നുള്ളതിന് ഒരു മെയിൽ നമുക്ക് വരും. അപ്പൊ നിങ്ങളിതിപ്പോ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ മെയിലിലും ഇതുപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സെല്ലർ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെനുവില് മാനേജ് ഇൻവെന്ററി നമ്മൾ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോ കണ്ട സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇപ്പൊ ഈ ഐറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ബയേഴ്സ് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാണുന്നതെന്ന് നമുക്ക് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കാണാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബയേഴ്സ് കാണാൻ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റാം. ഇപ്പൊ നമുക്കിത് അപ്രൂവൽ ആവാത്തത് കൊണ്ട് ഈ ഐറ്റം നമുക്ക് അപ്രൂവൽ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കറന്റ് അൺഅവൈലബിൾ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ മാനേജ് ഇൻവെന്ററിയിൽ എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക് നമ്മളിപ്പോ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റത്തിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ബിസിനസ് പ്രൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ ബിസിനസ് പ്രൈസ് എപ്പോഴും എൻ്റർ ഫില്ല് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്, എൻ്റർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം GST ഉള്ളവർ പർച്ചേസ് ചെയ്യുമ്പോൾ GST എടുത്തിട്ടുള്ള ആളുകൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. അപ്പൊ അവർക്ക് നമ്മളിപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അവരെ ബിസിനസ് പ്രൈസ് അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു പ്രൈസ് നമ്മൾ ഇടുന്നു. അപ്പൊ അതിന് നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ അതിന് ഇത്ര % ഡിസ്കൗണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും 4 ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത്ര % ഡിസ്കൗണ്ട്. അപ്പോ അവർക്ക് ഇപ്പൊ ഒരു ഐറ്റാണ് അവർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവർ ചിലപ്പോൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ 4 എടുക്കുമ്പോൾ അവർക്ക് ഇത്രയും ഓഫർ കിട്ടുന്നതുകൊണ്ട് അവരങ്ങനെ എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ് പ്രൈസും കൂടി നിങ്ങൾ എൻട്രി ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് അതായത് നമുക്കിത് അപ്രൂവൽ ആയി കഴിഞ്ഞ് എങ്ങനെയാണ് കാണാന്നുള്ളത് ഞാൻ പിറ്റേ ദിവസമാണ് നോക്കിയത്. അപ്പൊ നോക്കിയപ്പോ നമുക്കിത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക.
അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമ്മള് എന്റെ ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോട്ടോസ് ആഡ് ചെയ്തത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസ്, പിന്നെ ടൈറ്റില്, ബുള്ളറ്റ് പോയിന്റ്സ്, ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, അതുപോലെ നമ്മുടെ റേറ്റ്, പ്രൈസ്, അതിന്റെ GST, HSN കോഡ്, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് നമുക്ക് ഇത് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചാൽ നമ്മൾ നേരത്തെ ബാഗ് വാഷ് ചെയ്തത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇത് അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇവിടെ നമുക്ക് റൈറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അത് നമുക്ക് അപ്രൂവൽ ആയതിന്റെ തെളിവാണ് അത്. ഇനി ആരെങ്കിലും അതില് ബൈ നൗ ഒരു വായിക്കണ ഒരാള് കസ്റ്റമർ ബൈ നൗ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ വരും. തുടർന്ന് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐറ്റംസ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു കാര്യം കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, വിൽക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ 690 ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എമൗണ്ട്. അത് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു അത്. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് ഇതൊന്നും കുറിച്ച് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾക്കത് ഒരുപാട് ഞങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇപ്പൊ നമ്മൾ മാനേജ് ഇൻവെന്ററിയില് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് റവന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ആ ഓപ്ഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഐറ്റം പ്രൈസ്, ഷിപ്പിംഗ് ചാർജ് കാണാൻ സാധിക്കും. ഈ ഐറ്റം പ്രൈസ് എന്നുള്ളടത്ത് നമ്മൾ നേരത്തെ യുവർ പ്രൈസ് എന്നുള്ളടത്ത് നമ്മളൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു 699. ആ എമൗണ്ട് ആണ് ഈ ഐറ്റം പ്രൈസ് എന്നുള്ളടത്ത് വരിക. പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കാണാം. അതിന് താഴെ നോക്കുമ്പോൾ നമുക്ക് ഒരു ആമസോൺ ഫീ, പിന്നെ അതിന് താഴെ നോക്കുമ്പോൾ റഫറൽ ഫീ, ക്ലോസിംഗ് ഫീ, അങ്ങനെയുള്ള ഫീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴെ വരുമ്പോൾ നമുക്ക് ഫുൾഫിൽമെന്റ് കോസ്റ്റ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഐറ്റത്തിന്റെ വെയിറ്റിനനുസരിച്ചായിരിക്കും ആ ഒരു എമൗണ്ട് നമുക്ക് വരാം. ഇപ്പൊ ഇത് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും 63 അപ്പൊ നമുക്ക് ഒരു 1 kg ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 90-100 ആ റേഞ്ചിൽ വരാറുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഐറ്റം സെയിലായി പോയിട്ടില്ല. അതിന് മുന്നാണല്ലോ നമ്മൾ നോക്കുന്നത് നമുക്ക് ലാഭത്തിലാണോ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ പോണേ, നഷ്ടത്തിലാണോ എന്ന് നമുക്ക് നോക്കാണല്ലോ നമ്മൾ. അപ്പൊ നമ്മള് ഞാനിവിടെ ഇപ്പോ ഒരു 100 എൻട്രി ചെയ്യണം. പിന്നെ അതിന്റെ താഴെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും മിസ്ലേനിയസ് കോസ്റ്റ്. അതായത് മിസ്ലേനിയസ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബില്ല് പ്രിന്റ് എടുക്കണം, ആ ഇൻവോയ്സ് പ്രിന്റ് എടുക്കണം, നമുക്ക് അത് മുട്ടിക്കാനുള്ള ടാഗും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കണം. അപ്പൊ ആ പ്രിന്റിങ് ചാർജ്, പിന്നെ നമുക്ക് പേപ്പർ നമുക്ക് വാങ്ങിക്കണല്ലോ പ്രിന്റ് എടുക്കണമെങ്കിൽ ആ പേപ്പറിന്റെ ചാർജ്, പിന്നെ നമുക്ക് പാക്ക് ചെയ്യണ കവർ, അത് മുട്ടിക്കുന്ന ടേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ചെലവാകുന്ന എക്സ്പെൻസ് ആണ് മിസ്ലേനിയസ് കോസ്റ്റില് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഏകദേശം ഒരു 50 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാക്സസ് ഓൺ ഫീസ്, അതായത് ആമസോണിന്റെ ഈ ഫീസുകൾക്കൊക്കെ ഒരു ടാക്സ് എമൗണ്ട് വരണം 21.15. ഇപ്പൊ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അവിടെ ഒരു 470.36 ഈ എമൗണ്ട് ആണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതായത് ഈ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ആണ് ഈ 470. ഇപ്പൊ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നെറ്റ് പ്രൊസീഡ്സ് എന്നുള്ളവർക്ക് 470.36 എന്നുള്ള ഒരു എമൗണ്ട് കാണാൻ പറ്റും. ഈ എമൗണ്ട് ആണ് നമ്മുടെ കൈകളിലേക്ക്, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ഐറ്റം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബാഗ് ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ ഐറ്റം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് 470 രൂപ 170.36. അത് GST ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, നമ്മുടെ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളിപ്പോ ഒരു ഐറ്റം, ഇപ്പൊ ഈ ബാഗ് ഇപ്പൊ നിങ്ങൾ ഒരു 300 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ടാക്സ് അടക്കം 300 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിലേക്ക് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് 470.36 വരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണല്ലോ. അപ്പൊ നമ്മളുടെ ഈ എന്താ പറയാ ഇപ്പൊ എൻട്രി ചെയ്തിരിക്കുന്ന റേറ്റുകൾ നമുക്ക് പ്രശ്നമില്ല. ഇനി നിങ്ങൾ ഒരു 450 അല്ലെങ്കിൽ 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത സാധനമായിരുന്നു, ഈ എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് 470.36 കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്കിത് നഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് ഈ മാനേജ് ഇൻവെന്ററിയിൽ തന്നെ എഡിറ്റ് ചെയ്യാതെ നമ്മുടെ ഈ റേറ്റിനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ റേറ്റ് മാറ്റാം, എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കയ്യിലെല്ലാം റെഡി ആയി കഴിഞ്ഞു, നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി എല്ലാവരും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ കൂടി എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പലരും കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നമ്മൾ ഈ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ അത് ചെറിയൊരു ഉള്ളില് പേടിയുള്ളത് കൊണ്ടായിരിക്കാം. നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് പ്രശ്നമില്ല. പിന്നെ ഞാനിപ്പോ ഈ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ അത് ലേറ്റ് ആവാൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി തരണമെങ്കിൽ എനിക്കും കുറച്ച് ഇതിന്റെ പിന്നിൽ കുറച്ച് എനിക്കും പ്രിപ്പയർ ആവണം. അപ്പോ അതും പിന്നെ എന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ സഹകരിക്കുക. എല്ലാവരോടും സോറി. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഓർഡറുകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഓർഡറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പാക്ക് ചെയ്യാം, പാക്കിംഗ് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണം. അപ്പൊ ആ സാധനങ്ങളൊക്കെ അതിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഓർഡർ ഇപ്പൊ നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ എറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ മെസ്സേജിൽ കൂടി എന്നോട് ചോദിച്ചോളൂ, ഞാനത് പറഞ്ഞു തരാം. പലർക്കും പല രീതിയിലായിരിക്കും വരിക. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ നിങ്ങളൊരു നല്ലൊരു ബിസിനസ് ചെയ്ത് നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.